അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SYF പാനമംഗളൂർ ഇതിൻ്റെ കീഴിൽ ഇന്ന് വലിയ ഒമ്പിച്ചവർ പരിപാടിയാണ് ഇന്ന് ഞങ്ങളിവിടെ നടന്നത്. നമ്മുടെ SYF ഇത്തിസാൽ എന്ന പേരിലാണ് ഇന്ന് ഈ പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ SYF ഇവിടെ പാനമംഗളൂർ തുടങ്ങിയത് SYF തുടങ്ങിയിട്ട് 45 കൊല്ലം ആയിട്ടുണ്ടെങ്കിലും ഈ പാനമംഗളൂരിൽ ഒരു 4-5 കൊല്ലമാണ് SYF തുടങ്ങിയിട്ട് ആയിട്ടുള്ളൂ. അന്നൊരിക്കൽ ഞങ്ങളുടെ ജമാഅത്ത് കമ്മിറ്റി നജീബ് ഉസ്താദിനെ കാണാൻ പോയ സമയത്ത് ഞങ്ങൾ കമ്മിറ്റിക്കാർ ആവശ്യപ്പെട്ടു ഉസ്താദിനോട് ഞങ്ങൾ പാനമംഗളൂരിൽ SYF ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഉസ്താദ് സമ്മതിച്ചു. അങ്ങനെ ഉസ്താദിൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഇവിടെ ഞങ്ങൾക്ക് ഈ SYF ഇവിടെ നടത്തുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷത്തിൻ്റെ ഈ ദിവസം. കാരണം ഞങ്ങളുടെ നേതാക്കന്മാരെ ഞങ്ങളും കണ്ടിട്ടില്ല, നേതാക്കന്മാർ ഞങ്ങളെയും കണ്ടിട്ടില്ല. കാരണം അവർ അങ്ങേയറ്റത്തുള്ള കേരളത്തിലാണുള്ളത്, ഞങ്ങൾ ഇങ്ങേയറ്റത്തുള്ള കർണാടകയിലാണ് ഞങ്ങളുള്ളത്. അവർക്ക് ഞങ്ങളെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു, ഞങ്ങൾക്കും അവരെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നു. ഇന്ന് അത് ഞങ്ങൾക്ക് നിറവേറ്റി. ഞങ്ങളുടെ ഈ ഒരു സന്തോഷ ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇത് ഈ ഇത്തിസാൽ 2 മാസത്തോളമായി ഞങ്ങളുടെ നേതാക്കന്മാർ ഇന്ന് വേദിയിലിരിക്കുന്ന തങ്ങന്മാരും വലിയ വലിയ ആലിമ്യങ്ങളുമാണ് ഞങ്ങളുടെ വേദിയിലിരിക്കുന്നത്. ഇവർ ഞങ്ങൾക്ക് ഒന്ന് വരുത്തണമെങ്കിൽ വളരെ പ്രയാസമുണ്ട്. പക്ഷേ അവർ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ട്രെയിനിലും കാറിലും പ്രയാസത്തിലാണ് വന്ന് ഞങ്ങൾക്കിവിടെ എത്തിയത്. അവർ 2 മാസത്തോളം നീണ്ട ഈ പരിപാടിയിൽ എല്ലാ സ്ഥലത്തും SYF ഏതെല്ലാ സ്ഥലത്തിലുണ്ടോ എല്ലാ സ്ഥലത്തിലും അവർ പോയിക്കൊണ്ട് അവർക്കുള്ള ആ സ്ഥലത്തിലുള്ള SYFൻ്റെ ആൾക്കാരെ ഒന്ന് കണ്ട് അവർക്ക് നേതാക്കന്മാരെ കണ്ട് അപ്പുറം ഇരുന്ന് അതിൻ്റെ വിഷയത്തിൽ ഒന്ന് സംസാരിക്കാനാണ് ഈ ഇത്തിസാൽ ഇവർ ഈ 2 മാസത്തിൽ ഇങ്ങനെ തുടങ്ങിയത്. ആ 2 മാസത്തിൻ്റെ ഇന്ന് സമാരംഭം അതിൻ്റെ ഒരു സമാപന ദിവസമാണ് ഇന്ന് ഈ പാനമംഗളൂരിൽ അവർ നടത്തിയത്. അൽഹംദുലില്ലാ, ഞങ്ങൾ വലിയ ഭാഗ്യക്കാരാണ്. ബഹുമാനപ്പെട്ട സദഖത്തുൽ ഉസ്താദിൻ്റെ ആ കീഴിലാണ് ഞങ്ങൾ ഉള്ളത്. അത് 45 കൊല്ലത്തോളമായി അതിൻ്റെ ഈ ഞങ്ങളുടെ വലിയ വലിയ ഞങ്ങളുടെ നേതാക്കന്മാർ ഈ നാട്ടിലുള്ള മൂപ്പന്മാർ കുറേ ആൾ മരണപ്പെട്ടു. ഇനിയിപ്പോൾ ആ പ്രായമുള്ളവർ കാണാൻ വളരെ കുറവാണുള്ളത്. ഏതായാലും അല്ലാഹു തആല ഇതിനെ ഞങ്ങൾക്ക് ഒരു നിലനിർത്തി തരുമാറാവട്ടെ. ഞങ്ങൾ ഈ പാനമംഗളൂർക്കാർ ഞങ്ങളിപ്പോൾ എല്ലാവരുടെ പ്രസംഗത്തിലും കേട്ട് ഞങ്ങൾ പാനമംഗളൂർക്കാർ ഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞു. അത് നേരിലും അത് സത്യമാണ്. കാരണം ഞങ്ങളിപ്പോൾ ഉസ്താദ് 30 കൊല്ലമായി ഈ പള്ളിയിൽ, ഞങ്ങളും കമ്മിറ്റിയിലും നാട്ടിലും ഞങ്ങളിപ്പോൾ എത്രയോ കൊല്ലമായി. പക്ഷേ ഞങ്ങളുടെ ഈ പള്ളിയിൽ സദഖത്തുൽ ഉസ്താദിൻ്റെ കറാമത്തിലാണ് ഞങ്ങളുടെ ഈ പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പള്ളിയിൽ ഇതുവരെ എന്തെങ്കിലും ഒരു ഗുലുമാലോ അതെങ്കിൽ ഏതും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് സദഖത്തുൽ ഉസ്താദിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് ഒന്നും നടന്നിട്ടില്ല. ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും നടന്നിട്ടില്ല. ഏതുവരെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളുടെ പള്ളിപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളി ചെറിയ പള്ളിയാണ്, അത് വലിയ പള്ളി ആവണമെന്ന് ആഗ്രഹിച്ചു. കമ്മിറ്റിയിൽ ഞങ്ങൾ സംസാരിച്ചു. പക്ഷേ ഞങ്ങൾക്ക് പേടിയായി. ഈ പള്ളിയെ പൊലിച്ച് ഇതിനെ ബലിയാക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ കമ്മിറ്റിക്കാർ ഒരേ തീരുമാനമെടുത്ത് ഇൻഷാ അല്ലാഹ് അത് സാധിക്കുമെന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ ഞങ്ങൾക്ക് ധൈര്യം തന്നപ്പോൾ അങ്ങനെ അത് ഞങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ അന്ന് തന്നെ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ഈ ഞങ്ങളുടെ നാട്ടിൽ ഒരു വീട്ടിൽ പോയപ്പോൾ തുടക്കത്തിൽ ഒരു ആൾ 1 ലക്ഷം ഉറുപ്പിക തന്നു. ചെറിയ പൈസ അല്ല, 1 ലക്ഷം ഉറുപ്പിക തന്നു. ഇപ്പോഴും എത്രയോ ലക്ഷത്തിൻ്റെ പണി കഴിഞ്ഞു. പക്ഷേ പണി ഇനിയും തീർന്നിട്ടില്ല, ഇനിയും പൈസൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ പണി നിൽക്കുന്നുമില്ല, പൈസ കിട്ടുന്നത് കുറഞ്ഞിട്ടുമില്ല. ഇതുവരെയുള്ള പൈസ ഞങ്ങൾക്ക് അൽഹംദുലില്ലാ കിട്ടിക്കഴിഞ്ഞു. ഇനിയും ഞങ്ങൾ ഈ നാട്ടിലുള്ള ഞങ്ങളുടെ ജമാഅത്തിൽപ്പെട്ട ഒരു ഉസ്താദ് ഞങ്ങളുടെ കമ്മിറ്റിക്കാരെ മംഗളാപുരത്തേക്ക് കുറേ സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി ഞങ്ങൾ പൈസ കിട്ടുന്ന നോക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അവർ വാഗ്ദാനം പറഞ്ഞു നോക്കാമെന്ന്. ഇന്നലെ ഞങ്ങൾക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു കമ്മിറ്റിക്കാർ വരണമെന്ന് പറഞ്ഞു. ഞങ്ങൾ വിളിച്ചു. ഞങ്ങൾ 1-2 ആൾ പോയി. 1 ലക്ഷം ഉറുപ്പിക ഇന്നലെയും കിട്ടി. അൽഹംദുലില്ലാ, ഇത് സദഖത്തുൽ ഉസ്താദിൻ്റെ കറാമത്താണ് ഞങ്ങൾ കരുതുന്നത്. അൽഹംദുലില്ലാ, ഞങ്ങൾ ഭാഗ്യവാന്മാർക്കാർ അത് സത്യം തന്നെയാണ്. അൽഹംദുലില്ലാ, ഞങ്ങളുടെ ഈ നാട്ടിനെ അല്ലാഹു തആല ഇനിയും നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ അല്ലാഹു തആല ഈ നേതാക്കന്മാരുടെ കീഴിൽ ഞങ്ങളെ അല്ലാഹു തആല അണിനിരത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ SYFൻ്റെ കീഴിൽ ഞങ്ങൾ പല പ്രവർത്തനങ്ങൾ
നടത്തിയിട്ടുണ്ട്. 4-5 കൊല്ലത്തിലാണ് SIF ഇവിടെ ഉണ്ടായതെങ്കിലും ഞങ്ങൾ മാസത്തിൽ ക്ലാസ് നടത്തുന്നുണ്ട് എല്ലാ മാസവും. അത് ചിലപ്പോൾ 2 മാസത്തിലൊരുക്കായിരിക്കും ക്ലാസ് നടത്തുന്നത്. അതേപോലെ ഞങ്ങൾ എല്ലാ കൊല്ലവും SIFൻ്റെ കീഴിൽ കലണ്ടർ അടുപ്പിച്ച് എല്ലാ വീട്ടിലും SIFൻ്റെ കലണ്ടറുണ്ട്. പിന്നെ അതേപോലെ ഞങ്ങൾ ഈ ദാറുസുന്നൻ്റെ കുറേ ഡബ്ബികൾ പൈസ പിരിവിന് വേണ്ടി കുറേ സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. അതിന് ഇപ്പോൾ അത് വെച്ചത് മാത്രമാണ്, വെച്ചിട്ട് കുറേ സമയമായി, അതിന് എടുത്തിട്ടില്ല. ഇൻഷാ അള്ളാ അതിനെ ഒന്നിച്ച് ആ പൈസ എടുത്ത് ഞങ്ങൾ ദാറുസുന്നയിലേക്ക് കൊടുക്കും ഇൻഷാ അള്ളാ. അള്ളാഹു തആല അതിന് അനുവദിക്കട്ടെ. അതേപോലെ ഞങ്ങൾ ഈ റബീഉൽ അവ്വൽ പ്രോഗ്രാമിൽ റബീഉൽ അവ്വൽ മദ്രസിൻ്റെ കുട്ടികൾക്ക് പ്രൈസ് കൊടുക്കാൻ വേണ്ടി 4-5 കൊല്ലത്തിൽ ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് 1 ലക്ഷത്തോളം പൈസ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അതും പൈസ അള്ളാഹു തആല ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തിൽ ഉണ്ടാക്കി തരുന്നു. അള്ളാഹു തആല ഞങ്ങളെ ഇനിയും നല്ല നിലക്ക് ഈ ഞങ്ങൾ ജമാഅത്തിനെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് അള്ളാഹു തആല അനുവദിച്ചു തരട്ടെ. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് അധ്യക്ഷ സ്ഥാനം വഹിച്ച് ഞങ്ങളെ സെയ്ദ് മുഹമ്മദ് കോയ തങ്ങൾ ജാതിയേറി വൈസ് പ്രസിഡന്റ് SIF സ്റ്റേറ്റ് കമ്മിറ്റി, അയാൾക്കും എൻ്റെ വകയിലും ഞങ്ങളുടെ ഈ SIF കമ്മിറ്റിൻ്റെ വകയിലും ഞങ്ങളുടെ ജമാഅത്ത് കമ്മിറ്റി വകയിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾ ദുആ ആശീർവാദം ചെയ്തു തന്ന സെയ്ദ് ഹസൻ ജിഫ്രി തങ്ങൾ മുന്നിയൂർ SIF ജനറൽ കൗൺസിൽ അയാൾക്കും, സ്വാഗതം പറഞ്ഞ മുഹമ്മദ് അബു താഹിർ അയാൾക്കും, സ്വാഗത ഗാനം പറഞ്ഞ ഹാഫിൽ GM സുലൈമാൻ ഹനഫി അയാൾക്കും, ഉദ്ഘാടനം ചെയ്തു തന്ന സെയ്ദ് പാണക്കാട് അബ്ദുൽ കയ്യൂം ശിഹാബ് തങ്ങൾ SIF മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അയാൾക്കും എൻ്റെ സ്വന്തം വകയിലും ഈ SIF ആളടക്ക പാണയങ്ങളുടെ വകയിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹ പ്രഭാഷണം ചെയ്ത ഞങ്ങളുടെ ഇവിടുത്തെ പള്ളിയിലെ ഉസ്താദ് BH അബൂ സലിം സ്ലേർ അയാൾക്കും, പിന്നെ മുഖ്യ പ്രഭാഷണം ചെയ്ത EP അഷ്റഫ് ബാക്കവി കാളികാവ് ഇയാൾക്കും എൻ്റെ സ്വന്തം വകയിലും, അതേപോലെ ഞങ്ങളുടെ ഈ SIF കമ്മിറ്റി വകയിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ ഞങ്ങൾക്ക് ഇന്ന് ഈ വേദിയിൽ ഇരുന്ന് ഞങ്ങൾക്ക് ഉപദേശങ്ങൾ ചെയ്തു തന്ന സദഖത്തുള്ള മൊയ്നി കാണാൻ പോയ ജോയിൻറ്റ് സെക്രട്ടറി SIF സ്റ്റേറ്റ് കമ്മിറ്റി, അതേപോലെ തന്നെ സലീം ഹബീബ് ഉപ്പട്ടി ജോയിൻറ്റ് സെക്രട്ടറി SIF സ്റ്റേറ്റ് കമ്മിറ്റി, KU ഇസ്ഹാഖ് കാസിമി നാദാപുരം ജോയിൻറ്റ് സെക്രട്ടറി SIF സ്റ്റേറ്റ് കമ്മിറ്റി, V താജുദ്ദീൻ മാസ്റ്റർ നാദാപുരം ട്രഷറർ SIF സ്റ്റേറ്റ് കമ്മിറ്റി, മറുദ അബ്ദുൽ ലത്തീഫ് മൗലവി SIF സ്റ്റേറ്റ് മീഡിയ കൺവീനർ, മുഹീദ്ദീൻ സൂരി ഞങ്ങൾ സദർ ഉസ്താദാണ് ഈ പള്ളിയിൽ, അബ്ദുറഹ്മാൻ ഫൈസി ഞങ്ങൾക്ക് ഇവിടുന്ന് 2 വാക്ക് പറഞ്ഞു തന്ന അയാൾ, ഞങ്ങളുടെ മദ്രസ മുഅല്ലിം, ഞങ്ങളുടെ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ മോണാക്ക, ഞങ്ങളുടെ സെക്രട്ടറി ഇസ്മായിൽ ഇതിനബ്ബ, ഞങ്ങളുടെ SOFൻ്റെ പ്രസിഡന്റ് ഹൈദർ അലി UF, അതേപോലെ ഞങ്ങൾക്ക് ഈ SIFൻ്റെ ഇതിൻ്റെ പിന്നിൽ ഗൾഫിൽ നിന്ന് ഞങ്ങൾക്ക് പ്രവർത്തിച്ചു തന്ന GM ഇബ്രാഹിം ഫുർഖാനി അയാൾക്കും, അതേപോലെ റംഗിയൽ ബദ്രിയ ജമാഅത്ത് പള്ളിയുടെ പ്രസിഡൻറ്റും, അതേപോലെ അവിടുത്തെ കാര്യദർശിയായിട്ടുള്ള അബൂബക്കർ റംഗിയൽ ഇയാൾക്കും, അവിടുത്തെ ഉസ്താദ് സദർ മൗലവി ഇസ്മാൽ ജൂരിക്കും, പിന്നെ ഞങ്ങളുടെ വേദിയിൽ ഉള്ള ബാക്കി എല്ലാ ഗണ്യ ആൾക്കാർക്ക് ഞങ്ങളുടെ വേദിയിൽ പിന്നെയും ഞങ്ങളുടെ മദ്രസിൻ്റെ മുഅല്ലിമീങ്ങളുണ്ട്, അതേപോലെ റംഗിയൽക്കാരുണ്ട്. എല്ലാവർക്കും ഞാൻ ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുന്നു. അല്ലാഹു തആല എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തുള്ള ദീർഘായുസ്സോടെ അല്ലാഹു തആല ഞങ്ങളെല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.